ഇന്നിപ്പോ 18/1/2026 ഈ ഒരു വീഡിയോ കുറച്ച് പേരുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ, കുറച്ച് പേരുടെ അടുത്ത് എത്തുള്ളൂ. കാരണം അങ്ങനെ എത്തേണ്ടവർക്ക് എത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു വാണിംഗ് ആണ്. നിങ്ങൾ മാർച്ച് 23 വരെ നിങ്ങൾക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ സ്റ്റോർ ആയിക്കണം. കാരണം അവർ വലിയൊരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു. ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിന്റെ അടിമുടി താഴ്ത്താനുള്ള ഏറ്റവും വലിയൊരു ബോംബ് അവർ പൊട്ടിക്കാൻ പോകുന്നു. ബാങ്കർസ് വഴിയാണെങ്കിലും ഗ്ലോബലിയുള്ള ആ ഒരു ഇന്റർനെറ്റ് സ്റ്റോപ്പ് ആക്കലാണെങ്കിലും ഇതെല്ലാം അവരുടെ ആ ഒരു പ്ലാനിൽ പെർഫെക്റ്റ് ആയിട്ട് അവർ അലൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന റിലാക്സ് ഫോഴ്സ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനം എത്തിയ കമ്പനി മാത്രമാണ് ഈ പറയുന്ന വേൾഡ് പീസിന് വേണ്ടിയുള്ള. അതിനു മുമ്പേ 1960 സുക്കിയോ മഹിക്കാരി എന്നുള്ളൊരു ഓർഗനൈസേഷൻ തുടങ്ങി. ട്രൂ ലൈറ്റ് ഡിവൈൻ ട്രൂ ലൈറ്റ് എന്നുള്ള കൺസെപ്റ്റ്. ജപ്പാൻ തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു ഓറിയന്റേഷൻ. അതോടൊപ്പം തന്നെ 1972 അക്കീറ മിയാവാക്കി എന്നുള്ള ബൊട്ടാനിസ്റ്റ് എന്റെ മിയാവാക്കി ഫോറസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന വേദേന്ദ്ര മഹർഷി ആണെങ്കിലും വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെന്റർ കണ്ടുപിടിക്കുന്നതും 1958 അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന ആ ഒരു രഹസ്യം തന്നെയായിരുന്നു 2026 ഈ ഒരു സമയമാകുമ്പോൾ ഒരു മേജർ സിവിലൈസേഷൻ ഇവിടെ റെഡിയാകും. അതായത് ഒരു ഹെവൻലി സിവിലൈസേഷൻ ആണ് അവിടെ ആവാൻ പോകുന്നത്. ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ജസ്റ്റ് കേൾക്കുക. ജസ്റ്റ് ഒരു വാർണിംഗ് മാത്രം. കോമൺ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഭാഗ്യമുള്ളവർ ചെയ്യും, അല്ലാത്തവരും നരയിക്കും. നിങ്ങൾ ആ ഒരു മാർച്ച് 23 വരെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഭക്ഷണം, കഴിക്കാനുള്ള വെള്ളം, മരുന്ന് ഇതെല്ലാം ശേഖരിക്കണം. അവസാനം വിഷ്ണു പറഞ്ഞില്ല എന്ന് പറയരുത്. അതിനുവേണ്ടി മാത്രം ഞാൻ പറയുന്ന കാര്യം, എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ വരാൻ പോകുന്നു. അതെന്താണ് ആ പ്രശ്നം, എന്താണ് വരുമ്പോൾ എല്ലാം അതറിയാം. പക്ഷെ അത് ഈ മൊത്തത്തിൽ ഒരു തകർച്ച ഇവിടെ ഉണ്ടാവും. പക്ഷെ ആ ഒരു തകർച്ചക്ക് മുമ്പിലായിട്ട് റിലാക്സ് ഫോഴ്സ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡത്തിന്റെ പദ്ധതി ഞാൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കൺജഷൻ അവിടെ വരും. അപ്പൊ ആ ഒരു കൺജഷൻ വരുമ്പോൾ നിങ്ങൾ സർവൈവ് ചെയ്യണം. എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കുമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതായത് റിലാക്സ് ഫോഴ്സിനെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡത്തിനെയും ആശ്രയിക്കുന്നവരെ കൈ വിടില്ല ഒരിക്കലും ഞാൻ. അപ്പൊ അതിനെതിരെ നിൽക്കുന്ന ഈ അപ്പുമാർ ഇതിൽ തന്നെ പെടുന്ന ആൾക്കാർ, അവരും അറിയിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ സ്വർണ്ണക്കൊള്ള, ഈ പറയുന്ന അല്ലെ ഡ്രഗ്സ് ഒഴുക്കി കുഞ്ഞുങ്ങളെ നശിപ്പിക്കലും ഫാർമസ്യൂട്ടിക്കൽസും വലിയ വലിയ ഹോസ്പിറ്റൽ ഓണേഴ്സും, അതായത് പണം എന്നുള്ള സംഭവം അവർ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്തു. അതിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷനാണ് അവരിപ്പോ ഈ പറയുന്ന 84% ടാക്സും കാര്യങ്ങളെല്ലാം ആക്കി. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതായത് വളരെ വലിയൊരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു വാണിംഗ്. അവസാനം ഈ പറയുന്ന നരകം അനുസരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞില്ല അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് വാൺ ചെയ്തില്ല എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും, ഭാവിയിൽ എന്തായാലും ചോദിക്കും. അപ്പൊ കുറച്ചാളേ ഉള്ളൂ. അപ്പൊ അതുവരെയുള്ള ഫുഡും വെള്ളവും ഈ പറയുന്ന മെഡിസിൻസ് എല്ലാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇതൊരിക്കലും നിങ്ങൾ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കർമ്മം ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾ ചെയ്യാതിരിക്കും പട്ടിണി കിടക്കുക ഇതൊന്നും എന്നെ സംബന്ധിച്ച കാര്യമല്ല. പക്ഷെ എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതെല്ലാം ഇൻഡ്യൂഷൻ വഴിയും അതോടൊപ്പം തന്നെ മഹിക്കാരി ചെന്നപ്പോൾ അവിടുത്തെ ജപ്പാനിലൊരു മഹാനായ ഒരു ഡിവൈനിറ്റി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യപ്പോൾ ആ ഒരു സമയം എത്തിക്കഴിഞ്ഞു. ഞാൻ ഈ പറയുന്ന ഒരു വലിയ ഷിഫ്റ്റിന്റെ ഒരു സമയം എത്തിക്കഴിഞ്ഞു. ലോകം മുഴുവൻ ഉള്ളവരുടെ പട്ടിണിയും അസുഖവും മാറണം. അതോടൊപ്പം തന്നെ ഇവിടെ വിഡ്ഢികളായ തമോ ഗുണമുള്ള ആൾക്കാരെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യണം. എല്ലാം ഒന്നാവണം, അല്ലെ? ഭൂമി ഒന്നാവണം, യാതൊരുവിധ വേർപാടില്ലാതെ, റിച്ചോ പൂർവ്വം ഒന്നുമില്ലാതെ. അപ്പൊ അതെല്ലാം നടക്കുന്നതാണ് ഉടനെ.